ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ കറി ഉണ്ടാക്കുവാണ്. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്ത മീൻ ചെങ്കലവയുടെ കുട്ടിയാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറിക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ ഞാൻ എടുത്തേക്കുന്ന ചെറിയ സവാള, 3-4 ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ആവശ്യത്തിനുള്ള പുളി, കറിവേപ്പില. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഇല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി എപ്പോഴും വാട്ടുമ്പോൾ മീൻ കറിക്കായാലും ഏത് കറിക്കായാലും നന്നായിട്ട് വാട്ടി അത് നന്നായിട്ട് വഴണ്ട് അത് കരിയുന്ന ആ ഒരു സ്റ്റേജ് എത്താറാകുമ്പോൾ വേണം നമ്മളത് ബാക്കി പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ചില ആൾക്കാർ ചെറുതായിട്ടൊന്ന് വഴറ്റത്തേ ഉള്ളൂ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ കുറച്ച് ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടിവിടെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മീൻ കറിക്ക് വേണ്ട പൊടികൾ ആവശ്യത്തിനുള്ളത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കറിക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ മുളകിട്ട കറിക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് അതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ആ കറി ഒന്ന് തിളപ്പിക്കുക. അപ്പം അത് തിളച്ച് വരുമ്പോൾ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കറിയിൽ. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ല എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് വന്ന് നിൽക്കും. നമ്മൾ കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കണം. മീൻ ഉടയാൻ പാടില്ല. അത് പെട്ടെന്ന് ഉടയുന്ന മീനാണത്. ഒരുപാട് വേവുമില്ല. നമുക്കതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ